ഹലോ ആമി. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ഒന്നും മൈൻഡാക്കണ്ട. ഞാൻ പുറത്തിരുന്നാണ് ഡബ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് നോയ്സ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് അകത്തിരുന്ന് ഡബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് എല്ലാവരും ടി വിയുടെ ഉള്ളിൽ ഒച്ച കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡബ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഒന്നല്ലെങ്കിൽ പുറത്ത് വന്നിരിക്കണം. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് ഡബ് ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത്യാവശ്യം ഉണ്ടാവും വണ്ടികളുടെ. ഇവിടുന്ന് നേരെ മെയിൻ റോഡാണ് അപ്പുറത്ത്, അതിൻ്റെ നല്ല ഒച്ചപ്പാടും വെള്ളം ഉണ്ടാവും. ഒന്ന് മൈൻഡാക്കരുത്. ഓക്കെ 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 നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. അല്ല ലിയ, എന്താ ജയ പറഞ്ഞേ? അവൻ പറഞ്ഞു തേങ്ങ വിടാ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ കട്ടായിക്കളഞ്ഞു. ഞാൻ പറയണമൊന്നും കേൾക്കാൻ നിന്നില്ല. മേ ബി അവന് ഫീലായിട്ടുണ്ടാവും, അതിൻ്റെ ആയിരിക്കും. നീ മൈൻഡാക്കണ്ട. 2 ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും. മാറുമായിരിക്കുമല്ലേ? മാറുമായിരിക്കും, എനിക്കറിയില്ല. ആൾ ജസ്റ്റിനോട്ട് സംസാരിച്ചേക്കുവാണല്ലോ. കൂടെ ആരാ? ലിസി ഉണ്ട് ഇവിടെ. അവിടെ പോയി നിർത്തിയിട്ട് സംസാരിക്കാൻ ഞാൻ പുറകെ ഇരിക്കും. എന്നെ കണ്ടിപ്പോൾ അവർ. ഓക്കെ ലിയ, വാ പോവാം. ടേ വന്നോ? ബൈ ജസ്റ്റി. ബൈ ലിസ, ഞാൻ പോയിട്ട് വിളിക്കട്ടോ. ഓക്കെ ഓക്കെ ബൈ. നീയൊക്കെ വരുന്നുണ്ടോ ജസ്റ്റി? ഞാൻ കൊണ്ടുപോവാം. ഞാൻ ആ വഴിയല്ലേ, ഞാൻ വേണമെങ്കിൽ ഇറക്കിത്തരാം. ഇല്ല, ഇവളെയും കൂടി ഒന്ന് ഡ്രോപ്പ് ആക്കാനുണ്ട്. ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇച്ചാൻ പൊക്കോ. ആടാ ഓക്കെ ഓക്കെ ശരി. എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണാം. ഓക്കെ ഓക്കെ ഇച്ചാ. തേച്ച എന്താ? ഒന്നുമില്ല. എന്താടി പറ. തേച്ച പറയേ. ജയ്ക്ക് എന്താ? അല്ല ജയ എന്താ പറയാന്? അത് ജയ്ക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഡിന്നർ മീറ്റിംഗ് ആണ്. ഒരു ലേഡി കൊളീഗാണ്. അപ്പോൾ ആ ലേഡിയുടെ ഒപ്പം ഡിന്നർ മീറ്റിങ്ങിന് പോയേക്കാണ്. അതാണ് ജയ വരാൻ നിന്നെ പിക്ക് ചെയ്യാനായിട്ട്. ജയ്ക്ക് ഇമ്പോർട്ടൻസ് കമ്പനിയല്ലേ. നീ ഇതിൻ്റെ ഉള്ളിലുണ്ടായോ? ബിക്കോസ് ജെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ട്രെയിൻ്റെ ഒപ്പം തന്നെ പോരാം. അല്ലെങ്കിൽ പിന്നെ ട്രെയിനിൽ 2 പ്രാവശ്യം ഇട്ട് പോരേണ്ടി വരില്ലേ. ഓക്കെ ഡിന്നർ പാർട്ടി വിത്ത് ലേഡി കൊളീഗ്. മൈ ഗോഡ്. എന്താ ആലോചിക്കാൻ നീ? ഒന്നുമില്ല. ഈ കുരുത്തം കെട്ടിനെ കൊണ്ട് ഇവളെന്തിനാ ദൈവമേ ഇപ്പോൾ ആങ്കൊച്ചിനെ ഇത്ര ഇട്ട് തീർത്തിട്ടിക്കണേ. അവളുടെ മുഖം നോക്കി അച്ചോ, ഒരു കൊട്ടയുണ്ടല്ലോ. ഏച്ചെന്ന് തോന്നുന്നു. ലിയ, നീ എന്താ കിടക്കുന്നില്ലേ? എല്ലാം ജെ മറ്റേ മീറ്റിങ്ങിന് പോയേക്കാല്ലേ. മോളെന്നാ കിടന്നു. അവൻ വന്നിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ട് കിടക്കാം. എല്ലാം അമ്മ വേണമെങ്കിൽ കിടന്നു, ഞാൻ എടുത്ത് കൊടുക്കാം. ആണോ? എന്നാൽ പിന്നെ വാ ലൂസിൻ്റെ, നമുക്ക് പോയി കിടക്കാം. ആണോ? ആ ടേബിളുമേ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അവനും എടുത്ത് കൊടുത്തിട്ട് കിടന്നാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടെ എന്താണ് വാലി തീ പിടിച്ചോലെ അങ്ങോട്ട് കൊണ്ട് നടക്കണേ? എനിക്ക് നീ പറഞ്ഞ ഇതായിട്ടുണ്ടാകും പുള്ളിക്ക്. കാറി വെച്ച് നീ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കൊട്ട ഉണ്ടായി മോന്ത. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. പൊസസീവ് അത്രയൊക്കെ വേണ്ടായിരുന്നു എന്തായാലും. ഞാൻ എന്തായാലും പോയി കിടക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ച് തരാം. അപ്പോഴേക്കും ജയ വരുമ്പോഴേക്കൊന്ന് വിളിച്ചേക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ജയ വരുമ്പോൾ നീ എന്നെ കൂടി വിളിച്ചാൽ മതി, ഞാനും വരാം. ഇവളെന്ത് ഇവിടെ കിടന്നുറങ്ങണം? ഇവൾക്ക് റൂമിൽ പോയി കിടന്നുണ്ടായിരുന്നു. ഉറങ്ങുമ്പോഴാണ് എന്താ പറഞ്ഞു. വാ തുറന്നാൽ തീർന്നു. കടിച്ച് കീറാമഞ്ഞ പോലെയല്ലേ സംസാരിക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ദൈവമേ ചെയ്തത്? അത് പറ. ഞാൻ ഒന്ന് സ്നേഹിച്ചു പോയി, ആത്മാർത്ഥമായിട്ട് ഞാൻ ഒന്ന് സ്നേഹിച്ചു പോയി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിവേസ് ഡ്രസ്സൊക്കെ ഉണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുഡ് എടുക്കട്ടെ? ഇല്ല, ഞാൻ കഴിച്ചു.
നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഏ അവളോട് സോഫ്റ്റായിട്ട് നിൽക്കരുത്. നീ എന്നിട്ട് എന്താണ് അവിടെ പോയി കാണിച്ചത്? എടിയത്ത് അവൾ ഉറങ്ങണിരുന്നില്ലേ? നീ വന്ന് ഒച്ചുണ്ടാക്കിയപ്പോഴല്ലേ അവൾ എണീറ്റത്. എന്നാലും നീ ഇടക്കിടക്ക് സോഫ്റ്റ് ആവുന്ന അങ്ങനെ പാടില്ല. ട്രൈ ഒന്നും ചെയ്യണ്ട, നടത്തിയാൽ മതി അങ്ങോട്ട്. ഓക്കെ 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 എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് കിടക്കണം. ഓക്കെ ജെ 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 ഷേറ്റ് എന്തത്? എനിക്ക് മടുത്ത്. മൈൻഡാക്കി കൂടി മനുഷ്യന്. എത്ര ദിവസമായി ഞാൻ ഇങ്ങനെ പുറകിടന്ന് ചേന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ കണ്ടിട്ട് ഇങ്ങനെ പാവമായിട്ട് തോന്നണില്ലാവോ? ഞാൻ എന്താ അതിന് വേണ്ടി ചെയ്തത്? എൻ്റെ ദൈവമേ, നീ എന്താ ചെയ്യാത്തത്? ഇത് പറ, നീ ആര്? ഞാൻ നിൻ്റെ ഉൾമനസ്സാ. എൻ്റെ ഉൾമനസ്സിനോടൊക്കെ ആരിപ്പോൾ കയറി വരാൻ പറഞ്ഞു? അതല്ല, നീ ഇത്ര ഭയങ്കരമായിട്ട് ഇമോഷനാവണം കണ്ടിട്ടേ എനിക്ക് സഹിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനായിട്ട് തന്നെ നിൻ്റെ മുമ്പിൽ വന്നിട്ട് നിൻ്റെ പ്രശ്നം എന്താണെന്ന് തീർപ്പാക്കി തരാം എന്ന്. അതിന് വേണ്ടി എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓഹോ, പ്രശ്നമില്ലാണ്ടാണോ ഇത്രയും കിടന്ന് കാണിച്ചത് നീ? അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാ? അല്ല, എന്നോട് മിണ്ടണില്ല. അതിന് കാരണക്കാരി ആരാ? നീ തന്നെ അല്ലേ? ഞാൻ എന്ത് ചെയ്തതിന്? നീ എന്താ ചെയ്യാനത്? അതാദ്യം പറ. നീ അവൻ അത്രത്തോളം ചീത്ത പറഞ്ഞില്ലേ? അവൻ എന്താ അതിന് വേണ്ടി ചെയ്ത്? ഒരു ഉമ്മയിലേ തന്നത്. അത് നീ ഇതുവരെ അവൻ്റെ നിന്ന് വാങ്ങിക്കാത്ത പോലെ ആയിരുന്നല്ലോ നീ അപ്പോൾ ബിഹേവ് ചെയ്തത്. ഫസ്റ്റ് ടൈം എന്തോ ആങ്കിസ് ചെയ്യുന്ന പോലെയാണ് നിൻ്റെ ബിഹേവ് അപ്പം നടന്നത്. ആൻഡ് അവനോട് അത്രയും റിസർവ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് ടു ബാഡ് ലിയ. എന്തായാലും ബട്ട് ഞാനൊരു പാവമല്ലേ? നീ പാവം. എൻ്റെ കൈവാക്കിന്ന് മാറിയെന്നോണം. എൻ്റെ ഉൾമനസ്സായതുകൊണ്ട് എനിക്ക് നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വല്ല ശരിക്കുള്ള മനുഷ്യനായിരുന്നെങ്കിലും ഉണ്ടല്ലോ ചെരിപ്പൂരി അടിക്കുന്നേ. അവൻ അത്രയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അവൻ ഇത്രയും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. എന്തേ ശരിയല്ലേ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതൊന്ന് പറ. അതെനിക്കറിയില്ല. അത് നീ ഇപ്പോൾ ചോദിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ചോദിച്ച് ആരോട്? പോയോ? ഇതെന്തത്? വാട്ട്? എനിക്ക് ഐ എം ടയേർഡില്ല. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ കിടക്കട്ടെ. ഓക്കെ സോറി. ഇപ്പം ആരോടാ ചോദിക്കാം? ജസ്റ്റിനോട് ചെല്ലോ. ഹലോ, നിനക്കെന്താ ഉറക്കില്ലേ പെണ്ണെ? നീ ഒറ്റക്ക് ഇപ്പം എന്തായാലും ഉറങ്ങണ്ട. നീയും ഉണ്ടായോ ഇതിൻ്റെ ഉള്ളിൽ? എൻ്റെ ഉറക്കം കളഞ്ഞോള്. എന്താണ് ലിയ? അത് പറടി. എന്നോട് മിണ്ടണില്ലാടാ. മിണ്ടണില്ല? ഇല്ല. എത്ര ദിവസമായെന്നറിയോ? ഒരുമാതിരി. ഞാൻ എത്ര പ്രാവശ്യം പുറകെ നടന്ന് ജേന്ന് വിളിച്ചെന്നറിയോ? നീ ഒന്ന് സോറി പറഞ്ഞു നോക്ക്, മേ ബി എല്ലാം ശരിയാവുമായിരിക്കും. എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ എന്നൊന്ന് കേൾക്കാൻ പോലും നിൽക്കണില്ല. ദെൻ ഞാൻ ഒരു ഐഡിയ പറയാം. കയറി ഉമ്മിക്കാനെങ്ങാനും ആണെങ്കിൽ സത്യം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതൊന്നും നിനക്കൂടെ പറ്റാത്ത. അതല്ല, എനിക്കെപ്പോഴും നീ ഇനി നിലവിൽ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഭയങ്കരമായിട്ട് ശരിയാവും. ഞാൻ നിലവിൽ ആലോചിച്ചോണ്ടിരുന്നു കേട്ടോ. ഞാൻ കിടന്നുറങ്ങട്ടെ. പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അതാ പറഞ്ഞേ, നീ ഒന്ന് അത് വേണ്ട. ഒരു ഗുഡ് ഐഡിയ ഉണ്ട്. ഇവളും പറ കേൾക്കട്ടെ ചേച്ചിയുടെ ഐഡിയ. എടാ കൊച്ചാക്കിയൊന്നും വേണ്ട. ചിലപ്പോൾ ഇത് ശരിയാവും. ചിലപ്പോൾ പറയട്ടെ, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നീ ചെയ്യണ്ട. 100% ഇവക്ക് തന്നെ ഒരു ഷുവറില്ല. പിന്നെ എങ്ങനെയാണ്? ഇല്ല, എന്നാലും ശരിയാവുമായിരിക്കും. ജീൻ്റെ ക്യാരക്ടറിനെ കേട്ടെടുത്തോളം വെച്ച് ശരിയായാലോ? നീ അതെന്താ കാര്യമെന്ന് പറ. അത് അയ്യേ, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നെ കൊണ്ട് പറ്റൂല. ഇവൾ പറഞ്ഞാലും കാര്യമുണ്ടില്ല. നീ ഒന്നത് ട്രൈ ചെയ്ത് നോക്ക്. മേ ബി എങ്ങാനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാലോ. എടാ, എൻ്റെ അങ്ങനത്തെ ഡ്രസ്സ് പോലുമില്ല. ഞാൻ പിന്നെ എന്തിട്ട് അവൻ്റെ മുമ്പിൽ പോയി നിൽക്കും? എൻ്റെ കയ്യിൽ ഡ്രസ്സുണ്ട്. നാളെ വേണമെങ്കിൽ ഞാൻ വരുമ്പോൾ നിനക്ക് കൊണ്ടുവന്ന് തരാം. രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ.
നിനക്ക് അവനോട് മിണ്ടണോ, അല്ല അവൻ നിന്നോട് മിണ്ടണോ, അത് വേണ്ടേ? എനിക്ക് മിണ്ടണം. അപ്പം പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്നാലും ആ ഡ്രസ്സൊക്കെ ഇട്ട് എന്താടി, അതത്ര വലിയ കേസൊന്നുമില്ലല്ലോ. നീ എന്തായാലും നാട്ടുകാരുടെ മുമ്പിൽ കൂടെ ഒന്നല്ലല്ലോ അതിട്ട് നടക്കാൻ പോകുന്നത്. നിൻ്റെ റൂമിൽ, അല്ല നിൻ്റെ വീട്ടിൽ, അല്ല ജെയിൻ്റെ വീട്ടിൽ, ജെയിൻ്റെ റൂമിൽ, ജെയിൻ്റെ മുമ്പിൽ, അല്ലാതെ വേറെ ആരുടെ മുമ്പിലൊന്നും അല്ലല്ലോ. ജസ്റ്റ് ചിൽ ബ്രോ. നിന്നെ എന്നെ കൊണ്ട് പറ്റൂല. എന്നാൽ വെച്ചിട്ട് പോ. അത്രേ ഉള്ളൂ. അങ്ങനെ പറയില്ലേ? പിന്നല്ലാണ്ട് ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ വരട്ടെ. ഇവളെന്തോ വലിയ സ്പെഷ്യലാണല്ലോ. ജയ ഇവിടെ ഇവളെ പോത്ത് പോലെ കിടന്നു ഉറങ്ങാൻ പോണോ? എന്താടേ എന്തായി? നീലേ അവളുടെ ഒറ്റ പ്രവൃത്തിയിൽ വീണ് പോരുത്. നിനക്കെന്താ വയ്യേ? ഉറക്കത്തിൽ നിന്നാണ് എനിക്ക് വന്നേ? അതല്ല, പറ. അവൾ എന്തൊക്കെയോ ഒപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ല? അല്ല, അവൾ ജസ്റ്റിനെയൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ജസ്റ്റിനെയോ എന്തിനും അത് പറയട്ടെ. ജസ്റ്റിനെ വിളിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ ചോദിക്കണേക്കെ ഞാൻ കേട്ട്, പക്ഷെ ഒന്നും മര്യാദ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അവളെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നിലും നീ വീണ് പോരുത്. ഞാൻ വീടില്ല. നീ ഇപ്പോൾ ഒന്ന് പോ. ഇച്ചിരിയിലൊന്ന് കിടന്നു തുടങ്ങിക്കോട്ടെ പ്ലീസ്. ഓക്കെ ഓക്കെ, വീണ് പോരുത്. ഓക്കെ ഓക്കെ, ചെല്ലുന്നു. പോ. നീ ഇവിടെ ഉണ്ടായോ? ഞാൻ ജയനോട് കാര്യം പറയാൻ പറഞ്ഞേ. അപ്പോൾ ജയ ഗുഡ് നൈറ്റ്. ശരി ശരി. ജയിക്കപ്പോൾ ഇവളോടൊക്കെ മിണ്ടണേന് കുഴപ്പമില്ല. ഞാൻ മിണ്ടില്ല, നോക്കിക്കോ. ജയ് പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവരൊക്കെ നോക്കിക്കോണം കേട്ടോ. നിന്നെ മാത്രം ഇപ്പോൾ വിശ്വാസമുള്ളൂ എനിക്ക്. ആ കുരുട്ടിനെ എന്തായാലും നോക്കിക്കോണം. എപ്പോഴാണ് എങ്ങോട്ടൊക്കെ ചാടിപ്പോണെന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കിക്കോളാം പപ്പ. എങ്ങോട്ട് പോകണം നിങ്ങൾ? ഞങ്ങളൊന്ന് ഹണിമൂൺ പോയിട്ട് വരാം. അതിന് മാരേജ് ചെയ്യുന്ന ഇവരുടെ അല്ലേ, നിങ്ങളുടെ അല്ലല്ലോ. ഞങ്ങളിപ്പോഴും ന്യൂലി മാരീഡ് കപ്പിൾസ് ആണല്ലോ. കണ്ടിച്ചാലും മതി. ഒന്നുമില്ല, സത്യം പറ. നിങ്ങൾ അങ്ങോട്ടാണ് പോണേ? സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് കറങ്ങാൻ പോണേ. പപ്പ എന്നാൽ ഞാനും വരും. വേണ്ട, നീ കട്ടുറുമ്പോ പപ്പ മമ്മ ഇത് കണ്ടോ? ഏടി പപ്പക്ക് വട്ടാണ്. ഞങ്ങളെ പപ്പൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ മാരേജിന് പോവാം. അതെ, നിങ്ങളെ ഇനിയിപ്പോൾ എവിടെ കമ്പനി ടേസ്റ്റും പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളിവിടെ നിർത്തിയത്. അല്ലെങ്കിൽ നിങ്ങളെ കൂടി കൊണ്ടുപോയാനേ. ഓക്കെ. അപ്പോൾ എന്തായാലും ജി ഇവരെ നോക്കിക്കോണം കേട്ടോ. പപ്പ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ലിയ എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പപ്പേനെ അപ്പം തന്നെ വിളിച്ചേക്കാൻ. പപ്പ ഞാൻ വിളിക്കാം. അല്ല, അവളോട് മാത്രം ചോദിക്കണുള്ളൂ? ഞാൻ നിങ്ങളുടെ മോള് തന്നെയല്ലേ, എന്നോടൊന്ന് ചോദിച്ചൂടെ? നിന്നോട് പറയണ കാര്യം എന്തിനാ? നീ പറയാതിനെ വിളിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഈ പപ്പ ശരി എന്നാൽ പോട്ടെ. പപ്പ പോയിട്ടോ. ശരി. ഇത് തന്നെ പറ്റിയ സമയം. അവളുടെ അടുത്ത് പോയിട്ട് ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാം. ലിയ, നീ എന്താ ചിന്തിക്കാൻ? ഒന്നുമില്ലേ? ഒന്നുമില്ല അടി. വാ പോ, ഡ്യൂട്ടി ടൈമായി. വാ പോവാം. ഇന്നലെ ട്രെയിനുള്ള വിളിച്ച അതെന്തോ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് എന്തോ തീരുമാനിക്കണ്ട്. നിനക്കെന്താടി നീ സോഫ്റ്റ് ആയിട്ട് എത്തിച്ച്? കാടെ ഇത്രയും ദിവസം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റുണ്ടായോ? എന്നിട്ട് ഇനി ആൾക്ക് മാറ്റുണ്ടാവാൻ പോണേ. നീ എന്തിനാ വെറുതെ ഓരോന്നില്ലാത്ത പറയണം? അല്ല, നിന്നെ പുറകെ വന്നില്ലേ ജയെന്ന് വിളിച്ച്? അതിപ്പോൾ എപ്പോഴാണ് വരാത്തത്? അന്നും വന്നിട്ടുണ്ട്, ഇതും വന്നിട്ടുണ്ട്. എനിക്ക് ഏതൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. നീ വെറുതെ നെഗറ്റീവാകല്ലേ. എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതി. കുറേ നാളായേ ജെ. ഓക്കെ. എടി ഇണങ്ങ ഇറങ്ങാറുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ ചേച്ചാ, ബൈ. ബൈ. എടി സാധനം വിളി. സാധനം ഇതിൽ പാക്ക് ചെയ്ത് സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പാകമായിരിക്കുന്ന എൻ്റെ ഒരു വിശ്വാസം. ഇത് ഞാനൊരു 5-6 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ എന്നേലും പറ്റി കുറവല്ല. എനിക്ക് കറക്റ്റാ മതി. ഏറ്റവും ലാസ്റ്റ് ഊരിപ്പോയരുത്. ഊരിപ്പോയ കാര്യം എളുപ്പമായാലോ ഡി. ഓക്കെ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. നീ ഇന്ന് കയറാനുള്ളല്ലോ ഷിഫ്റ്റിൽ? ഇല്ല, നേരെ വീട്ടിൽ പോവാം. ശരി, ചെല്ലെന്ന് ഡെക്കറേഷൻ തുടങ്ങിക്കോ. ആദ്യമായിട്ട് എനിക്ക് പേടിയാണ്. ഇതിൽ പേടിക്കാൻ എന്തിരിക്കണം? നേരെ ഡ്രസ്സ് ഇടാൻ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ജസ്റ്റിനോട് പറഞ്ഞേക്കാൻ ഞാൻ പോകണം കേട്ടോ. ശരി എന്നാൽ ചെല്ലേ. അവൾ വിളിച്ചില്ലേ? ഇല്ലടാ, അവൾ വിളിച്ചില്ല. എടാ നീ ഒന്ന് വിളിച്ചു നോക്കി. കുറേ നേരം ആയാലോ. ഇതെന്താ ഷിഫ്റ്റ് കൂടുതലെടുത്തോളൂ? അപ്പോൾ എനിക്കറിയില്ല. ഒരു പോയി. ഓക്കെ അയ്യോ കടിക്കും. കിട്ടി. സമാധാനമായി. എടാ ഒന്ന് വിളിച്ചു നോക്ക് നീ. ആളെ വിളിക്കട്ടെ, വെയിറ്റ് റിങ് പോണ്. ഹലോ.
ഹലോ എന്താ ചായ? എടി നീ എവിടെയാണ്? ഞാൻ വീട്ടിൽ. എന്താ ഷിഫ്റ്റ് ചെയ്യാനപ്പോൾ വിളിക്കാനേ? ഇല്ല എനിക്ക് വയ്യായിരുന്നു, സോ ഞാൻ നേരത്തെ വീട്ടിൽ പോന്നു. എന്നാലും നിനക്ക് വിളിക്കാറില്ലേ ഒന്ന് പറയാൻ? അപ്പോൾ എനിക്ക് ഓർത്തില്ല. ജസ്റ്റിൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കി. ജസ്റ്റിൻ അവനെൻ്റെ കൈ കിട്ട കൊല്ലി ഞാനപ്പോൾ നിന്നെ കുറേ നാളെ ഇപ്പോൾ ഇരിക്കുന്നു. ജസ്റ്റിൻ 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 ഞാൻ വേണ്ട എൻ്റെ നിങ്ങൾ തെളിവ്. അവൻ എന്തല്ലേ കൂൾ. എന്താ എന്താ ചേ എന്താ? ഹലോ. ഒന്നുമില്ല, നീ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വിളിക്കാതായപ്പോൾ ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, ഞാൻ വീട്ടിലുണ്ട്. എന്ത് പറ്റി നിനക്ക്? ചെറിയൊരു വയ്യായിക്ക, പനിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഓക്കെ. എന്താണ് മോനി അവൾ കേട്ടാനേലോ? വീട്ടിൽ പോവാം. ഓക്കെ വാ പോവാം. എന്തായാലും ചേട്ടൻ ഇവിടെ നിന്ന് ടെൻഷൻ അടിച്ച് ചാവണ്ട. അവിടെ കൊച്ചിനെന്താ പറ്റിയെന്ന് ഓർത്തു. പോടാ. വായു വാ. ഓക്കെ. അവളവിടെ കിച്ചണിൽ നിന്ന് നല്ലധികം ശബ്ദം കേൾക്കുന്നുണ്ട്. മേ ബി അവിടെ ഉണ്ടാവും. ഞാൻ പോയി ചോദിച്ചിട്ടൊന്ന്. ഓക്കെ. ഹലോ. നീ വന്നോ? എന്തായി? നേരത്തെ ആണോ നീ നിന്ന്? ചെറുതായിട്ട്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എന്തായി നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? പേപ്പറിന് നിനക്ക് വയ്യായിരുന്നോ? നീ ഷിഫ്റ്റ് ചെയ്യാണ്ട് വിളിച്ചില്ലായിരുന്നെന്ന് പറഞ്ഞു. ആണോ? എനിക്ക് കുഴപ്പമില്ല. ഓക്കെ. ചെറിയൊരു പനിക്കോള് പോലെ വന്നായിരുന്നു. ഇപ്പോൾ ഓക്കെ. ഓക്കെ. ആണോ? ഓക്കെ. എന്തുണ്ടാക്കണേ? ചോറോ? എന്നാ ചോറോ? സ്പെഷ്യൽ വല്ല വെക്കായിരുന്നില്ലേ? ഹേയ് വെറുതെ ചോദിച്ചതാ. ഇതെന്താണ് ലാപ്ടോപ്പ് തിന്നണമായിരുന്നു? കുറേ നേരമായല്ലോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് അപ്രോച്ച് ചെയ്യാം. ഒരു പ്ലാനിങ് കിട്ടുന്നില്ലല്ലോ. കിട്ടിപ്പോയി. ജെ എന്താ? கருப்பானி வாயன்ன கலாச்சி சொதப்பி பொறுப்பானி இருக்காத சொதப்பி வெக்கத்தை வேணான ஓட்டி நெஞ்சோட நீங்க ஒட்டி முட்டாய் முத்தத்தை வாயோட வாய் வச்ச கலாச்சி கருப்பானி வாயன்ன கலாச்சி ഞാൻ എന്താ കാണുന്ന? മുട്ടായി മുത്തത്ത് വായോട വൈ വച്ച് கருப்பானி வாயன்ன கலாச்சி சொதப்பி ഇനി തന്നോട് വേണ്ട എൻ്റെ പട്ടി വരും. നോക്കിക്കോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എൻ്റെ കർത്താവേ, ഈ പെണ്ണിന് എന്താ ദൈവമേ പറ്റിയ? ജിയെ എന്നോട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കണ്ണൊക്കെ അടിച്ചു പോയേ.